ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെറാസ് കിച്ചൻ. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഒത്തിരി നാളായി വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ അധികം സമയമൊന്നുമില്ല, സ്കൂളിലെ വർക്കൊക്കെ കാരണം, പിന്നെ അതുപോലെ ജോലിക്കൊക്കെ പോകുന്നുണ്ട്. സോ ഇപ്പം ഞാൻ ഇന്ന് ഓഫാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ കിട്ടിയിരിക്കുമല്ലേ, അപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് എങ്ങനെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മാർബിൾ കേക്കാണ്. സോ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. സീബ്ര കേക്ക് അല്ലെങ്കിൽ ഇതിന് പറഞ്ഞ പേരാണ് മാർബിൾ കേക്ക്. സോ അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഇടാൻ പോവുകയാണ്. 1/3 കപ്പ് പാല്, ഇനി 1/2 കപ്പ് ഷുഗർ. ഇനിയിപ്പോൾ ഞാൻ ഇതാണെങ്കിൽ 1 കപ്പ് ഓയിലാണ്. അപ്പോൾ ഇത് അങ്ങോട്ടിട്ട് ഇനിയിപ്പോൾ ഞാൻ ഇടാൻ പോകുന്നത് ഒരു 1 സ്പൂണ് 1 കപ്പ് എസൻസ് ആണ്. സോ ഇങ്ങനെ 1 സ്പൂൺ വാനില എസൻസ് ഇട്ട് അപ്പം ഇതിനെ നമുക്ക് ഇനിയും ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഞാൻ ഗ്രൈൻഡ് ചെയ്യാൻ പോവുക. സോ ഞാനിപ്പോൾ അതാണെങ്കിൽ ഒരു 2 മിനിറ്റ് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ല തിക്കായിട്ടുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതിനെ ഒരു പാത്രത്തിലെടുക്കാൻ മാറ്റുകയാണ്. തിക്കായിട്ടൊരു പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ 2 കപ്പാണ് ഞാനിവിടെ മൈദ എടുത്തിട്ടുള്ളത്. അപ്പം ഞാനിതിനെ ഇങ്ങോട്ട് ഇടാൻ പോവുകയാണ്. നമുക്കിനിയും മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഇത് മിക്സായി വന്നിട്ടുണ്ട്. കണ്ടില്ല, നമുക്ക് ഈ ഒരു ഇത് കൺസിസ്റ്റൻസിലാണ് നമുക്ക് വേണ്ടത്. ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇങ്ങനെ ഒരു പാത്രം എടുത്ത് ഞാൻ ഈ ബാറ്ററിനെ ഹാഫായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യും. കണ്ടില്ലേ, ഞാൻ എന്നെ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്ത് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇത് കൊക്കോ പൗഡറാണ്. സോ ഈ കൊക്കോ പൗഡർ മധുരം ഇല്ലാത്ത കൊക്കോ പൗഡറാണ്. അപ്പം ഞാൻ ഇതിനെ ഒരു 2 സ്പൂൺ അങ്ങോട്ടിട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം ഞാനാണെങ്കിൽ ഇതിനെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കൊക്കോ പൗഡറിനാണ് മധുരം ഇല്ലാത്തതുകൊണ്ട് ഞാനാണെങ്കിൽ 2 സ്പൂൺ അങ്ങോട്ട് ഷുഗർ ഇടാൻ പോവുകയാണ്. പിന്നെ നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ബേക്കിംഗ് പൗഡർ 1 സ്പൂൺ ഇട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ ചോക്ലേറ്റിൻ്റെ പുഡിങ്ങിനകത്തും ഒരു പൗഡർ ഇട്ടിട്ടുണ്ട്. അടുത്തതായി ഇങ്ങനെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നേ, നമുക്കാണെങ്കിൽ ഇതിനെ 2 സ്പൂൺ ഇടാം ഒരു പാത്രത്തിലായിട്ട്. ആദ്യം ഞാനിനി ഈ ചോക്ലേറ്റിൻ്റെ പുഡിങ് ആദ്യം ഇട്ടിട്ടുണ്ട്. ഞാനിതിനെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഈ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ ഈ എണ്ണ പാത്രത്തിൽ സ്പ്രെഡ് ചെയ്യാൻ മറന്നുപോയി. സോറി ഫോർ ദാറ്റ്.
എന്നിട്ട് 1 more സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈറ്റ് കേക്ക് ഡോവ് ഇടാൻ പോവുകയാണ്. ഇടാൻ പോവുക. ഇപ്പം ഞാൻ ഇനിയും ഈ ചോക്ലേറ്റ് ഇടാൻ പോവുകയാണ്. ഇപ്പം സെയിം സ്റ്റെപ്പ് പാറ്റേൺ നമുക്ക് റിപ്പീറ്റ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ ഇതിനെ ടൈം ലാപ്സ് ഇട്ട് കാണിക്കാം. ഇനിയിപ്പോൾ ഈ ഡോ ഏകദേശം തീരാറായി. ഇപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഇതിനെ ഞാൻ ഒരു ഫ്ലവർ ഡിസൈൻ പോലെ ചെയ്യാൻ പോവുകയാണ്. കണ്ടോ, ഫ്ലവറിൻ്റെ ഒരു ഡിസൈൻ പോലെ ഷേപ്പ് പോലെ വന്നിട്ടുണ്ട്. സോ ഞാൻ ഇതിനെ 350 ഡിഗ്രിയിൽ ഇതിനെ ബേക്ക് ചെയ്യാൻ പോവുകയാണ്. ഒരു ഇപ്പോഴാണ് കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. നമുക്കിനി അതിനെ ഓവനിൽ നിന്ന് എടുക്കാം. ഇവിടുത്തെ ഒരു പീസ് ഇറങ്ങി വന്ന് നമുക്കിനെ കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മുടെ മാർബിൾ കേക്ക് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ കേക്ക് ഇവിടെ റെഡി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.